ഹായ് എവരിവൺ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അലർജിക് റൈനൈറ്റിസിനെ കുറിച്ചിട്ടാണ്. അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ പേര് കേട്ടാൽ നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണെന്ന് തോന്നാമെങ്കിലും ഇത് നമ്മൾ പലരും സഫർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് രാവിലെ എണീക്കുമ്പോഴത്തേക്കിനും മൂക്ക് ചൊറിച്ചിലും തുമ്മലും കണ്ണ് ചൊറിച്ചിലും മൂക്കൊലിപ്പും ഇതെല്ലാം സ്ഥിരമായിട്ട് ഇങ്ങനെ മാറാതെ നിൽക്കുന്നതിനെയാണ് നമ്മൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള അലർജൻസ് ആണ്. അലർജൻസ് എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങളാവാം, അല്ലെങ്കിൽ അനിമൽസിൻ്റെയൊക്കെ രോമങ്ങളാവാം, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ പൂക്കളുടെയൊക്കെ ഉള്ളിൽ നിന്ന് വരുന്ന പൂമ്പൊടിയില്ലേ അതാവാം. അലർജിക് റൈനൈറ്റിസ് ഉള്ള ആൾക്കാരിൽ IgE അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻ്റെ അളവ് ബ്ലഡിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈസ്നോഫിൽസിൻ്റെ അളവൊക്കെ കൂടുതലായിരിക്കും. ഇത് കൂടാതെ തന്നെ ഇത് കൺഫേം ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾ സ്കിൻ പ്രിക്കിംഗ് ടെസ്റ്റും അല്ലെങ്കിൽ മൂക്കിൽ നിന്നുള്ള ദ്രവം എടുത്ത് പരിശോധിക്കുന്നതും ഒക്കെ ചെയ്യാറുണ്ട്. ഇനി നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. അതായത് നമ്മൾ ഒരേ സ്ഥലത്ത് താമസിക്കുന്നവരാണെങ്കിലും ഒരേ ഫുഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കൂടെ ചില ആൾക്കാർക്ക് മാത്രമേ അലർജി ഉണ്ടാവുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ബോഡി ആ ഒരു സിറ്റുവേഷനോട് ഓവർ റിയാക്ട് ചെയ്യുന്നതാണ് അലർജിയുടെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ തന്നെയും മറ്റുള്ളവരെ പോലെ നമുക്കും ഹെൽത്തി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഒന്ന് ബൂസ്റ്റപ്പ് ആക്കിക്കൊണ്ട് വന്നാൽ മതി. ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഹോമിയോപ്പതിയാണ്. അതായത് ഹോമിയോപ്പതി ചികിത്സയിലൂടെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാനും അങ്ങനെ നമുക്ക് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ മറ്റുള്ളവരെ പോലെ തന്നെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും.